Hi everyone. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പോസ്റ്റ് മോഡേൺ തിയറിസ്റ്റിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു വർക്കിനെ കുറിച്ചുമാണ്. So about Jean Baudrillard. So Jean Baudrillard, he was born in 1929 and he died in 2007. നമ്മൾ NTA പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് NTAയുടെയും അതിന് മുമ്പുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളൊന്ന് സോർട്ട് ഔട്ട് ചെയ്യുവാണ്, നമ്മളതിനെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബോദ്രിയാദിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അബൌട്ട് വാട്ട് ഈസ് സിമുലാക്ര, വാട്ട് ഈസ് സിമുലേഷൻ, വാട്ട് ഈസ് ഹൈപ്പർ റിയാലിറ്റി, അബൌട്ട് ഹിസ് വർക്ക്സിന്റെ ക്രോണോളജിക്കൽ ഓർഡർ. അതായത് ഒരു നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിലും ലിറ്റററി പോയിന്റ് ഓഫ് വ്യൂവിലും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജീൻ ബോദ്രിയാദ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അദ്ദേഹത്തിന്റെ വർക്ക്സുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, അദ്ദേഹത്തിന്റെ മേജർ കോൺസെപ്റ്റ്സുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദീസ് കോൺസെപ്റ്റ്സ്. കാരണം നമുക്കിപ്പം നോർമലി NTAയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തിയറിസ്റ്റിനെ കുറിച്ചും അല്ലെങ്കിൽ തിയറീസിന്റെ കോൺസെപ്റ്റുകളെ കുറിച്ചും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം. അസംഷൻ റീസൺ രീതിയിൽ വരാം. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ കോൺസെപ്റ്റ്സ് ആയിട്ട് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരാം, വർക്ക്സുകളുടെ ക്രോണോളജിക്കൽ ഓർഡറിൽ വരാം. സോ ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദീസ് കോൺസെപ്റ്റ്സ് ആർ, എന്താണെന്ന് മനസ്സിലാക്കുക ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചാലും അസോഷൻ റീസൺ ആയിട്ട് ചോദിച്ചാലും നമുക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റും ഇഫ് യു നോ ദ ജനറൽ ഐഡിയ അബൌട്ട് ദീസ് കോൺസെപ്റ്റ്സ്. So anyway, let's look on this writer, Jean Baudrillard. So as I said earlier, he was born in 1929 and died in 2007. So about Baudrillard, he's a French sociologist, ഒരു philosopher ആണ്, ഒരു cultural theorist ആണ്. ആൻഡ് നമ്മൾ ബോദ്രിയാദിനെ നോക്കുന്നത് ആസ് എ കൾച്ചറൽ തിയറിസ്റ്റ് ആണ്, ബിക്കോസ് ഹി വാസ് ഓൾസോ എ പോസ്റ്റ് മോഡേൺ തിയറിസ്റ്റ്. ആൻഡ് അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹി ഈസ് റിനോട്ട് ഫോർ ഹിസ് പ്രൊവോക്കേറ്റീവ് ക്രിറ്റിക്സ് ഓഫ് കണ്ടംപററി സൊസൈറ്റി ആൻഡ് മീഡിയ കൾച്ചർ. ഇതിൽ മീഡിയ കൾച്ചറിനെ കുറിച്ചും മീഡിയയ്ക്ക് ആൾക്കാരുടെ ഇടയിലുള്ള ഇൻഫ്ലുവൻസിനെ കുറിച്ചുമാണ് ബോദ്രിയാദിന്റെ മോസ്റ്റ് ഓഫ് ദ എസ്സേസും കൺസേൺ ചെയ്യുന്നത്. അതായത് എന്തുമാത്രമാണ് മീഡിയ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, എന്തുമാത്രമാണ് മീഡിയ ആളുകളെ റിയാലിറ്റിയിൽ നിന്നും അകറ്റിക്കൊണ്ടു പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് മെയിൻ ആയിട്ടും ബോദ്രിയാദ് അഡ്രസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹി വാസ് ബോൺ ഇൻ റെമിസ്, ഫ്രാൻസ്. ഹി സ്റ്റഡീഡ് ജർമ്മൻ അറ്റ് സോർബോൺ ആൻഡ് ലേറ്റർ പെർസ്യൂഡ് എ കരിയർ ഇൻ അക്കാഡമിയ. ആൻഡ് അദ്ദേഹത്തിന്റെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് തിയറീസ് ഓൺ ഹൈപ്പർ റിയാലിറ്റി, സിമുലാക്ര ആൻഡ് സിമുലേഷൻ, ഈ 3 കോൺസെപ്റ്റുകളാണ് നമ്മൾ നോർമലി ബോദ്രിയാദിന് കൊടുക്കാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഹി വാസ് ഓൾസോ എ ക്രിട്ടിക് ഓഫ് കൺസ്യൂമർ കൾച്ചർ, ക്യാപിറ്റലിസം ആൻഡ് ദി മീഡിയ. അദ്ദേഹം ഒരുപാട് ഫീൽഡിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്, വിച്ച് ഇൻക്ലൂഡ് സോഷ്യോളജി, കൾച്ചറൽ സ്റ്റഡീസ്, മീഡിയ സ്റ്റഡീസ്. ഇതിൽ കൾച്ചറൽ സ്റ്റഡീസും മീഡിയ സ്റ്റഡീസുമാണ് നമ്മൾ മെയിൻ ആയിട്ടും നോക്കുന്നത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ വർക്ക്സ് എടുക്കുകയാണെങ്കിൽ സിമുലാക്ര ആൻഡ് സിമുലേഷൻ, The Consumer Society, Myths and Structures, The Gulf War Did Not Take Place. Normally നെറ്റിൻ്റെ എക്സാംസിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് സിമുലാക്ര ആൻഡ് സിമുലേഷനിലും The Gulf War Did Not Take Placeലുമാണ്. ആൻഡ് അതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ റിഗാർഡ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് സിമുലാക്ര ആൻഡ് സിമുലേഷൻ ആണ്. കാരണം ഈ ഒരു വർക്കിലാണ് അദ്ദേഹം ഈ കോൺസെപ്റ്റ്സുകളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് ആ ഒരു കോൺസെപ്റ്റിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആയിട്ടാണ് വി കൺസിഡർ The Gulf War Did Not Take Place. So let's look at the essay Simulacra and Simulation, published in 1981. So this was first published in French in 1981. Later it was translated to English. And ഈ ഒരു 1981 എന്ന് പറയുന്ന ഒരു പീരിയഡ് എന്ന് പറയുന്നത് that was actually the period of എന്താണ് സിഗ്നിഫിക്കൻറ്റ് കൾച്ചറൽ ആൻഡ് ടെക്നോളജിക്കൽ ഷിഫ്റ്റ്സ്. ഈ പറയുന്നത് പോലെ ടെലിവിഷൻ വരുന്നു, മാസ് മീഡിയ വരുന്നു, മീഡിയ ആസ് സച്ച് വരുന്നു, കൺസ്യൂമർ കൾച്ചർ വരുന്നു. അങ്ങനെ ഒരു കൾച്ചറൽ ആൻഡ് അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ഷിഫ്റ്റ് വരുന്ന ഒരു പീരീഡാണ് സിമുലാക്ര ആൻഡ് സിമുലേഷൻ എഴുതുന്ന ഒരു പീരീഡ് എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിൻ്റെ ബേസിക് ഐഡിയാസ് എന്ന് പറയുന്നത് ആ ടൈമിൽ പ്രൊമനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഐഡിയോളജീസിനെ ബേസ് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് എക്സിസ്റ്റൻഷ്യലിസം, മാർക്സിസം, സെമിയോട്ടിക്സ്, അതെല്ലാം ആ ഒരു ടൈമിലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഐഡിയോളജീസ് ആയിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മേജർ തിയറീസ്. ആൻഡ് ഹി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫിലോസഫേഴ്സ് സച്ച് ആസ് ഫ്രെഡറിക് നീഷെ, റോളണ്ട് ബാർത്ത്. ഇതെല്ലാം ഈ പറയുന്ന റൈറ്റേഴ്സിൽ നിന്നായിരുന്നു ബോദ്രിയാദ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി നമ്മൾ ഈ സിമുലാക്ര ആൻഡ് സിമുലേഷൻ എസ്സേ എടുക്കുകയാണെങ്കിൽ അതിൽ വരുന്ന മേജർ കോൺസെപ്റ്റ്സുകൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഈസ് ദിസ് സിമുലാക്ര. സിമുലാക്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പീസ് വിത്തൗട്ട് ഒറിജിനൽസ്,
ബ്ലറിംഗ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് റെപ്രസെൻറ്റേഷൻ. അതായത് റിയാലിറ്റി ഏതാണ്, റെപ്രസെൻറ്റേഷൻ ഏതാണ് എന്ന വ്യത്യാസം നമുക്ക് മനസ്സിലാകാൻ സാധിക്കാത്ത വിധത്തിൽ ഒറിജിനൽ കോപ്പി ഇല്ലാത്ത, അതായത് ഒറിജിനൽ ഇല്ലാത്ത ഒരു കോപ്പി, അതിനെയാണ് നമ്മൾ സിമുലാക്ര എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വി ഹാവൻ സീൻ എനി ഓഫ് ദിസ് ഗോഡ്സ് ഇൻ പേഴ്സണൽ. അതായത് ഒറിജിനൽ ആയിട്ട് ഒരു ഫോട്ടോ ഈ പറയുന്ന ഗോഡ്സിൻ്റെയോ അല്ലെങ്കിൽ ആ ടൈമിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തികളുടെയോ ഇല്ല. പക്ഷേ വി ഹാവ് ദീസ് ഹൺഡ്രഡ്സ് ആൻഡ് ടൺസ് ഓഫ് ഫോട്ടോസ് ഓഫ് ദം വിച്ച് ലുക്ക് അലൈക്ക്. അപ്പോൾ ഈ ഒരു ഫോട്ടോസ് കാണുമ്പോഴത്തേക്കും വി അസ്യൂം ദാറ്റ് ദീസ് ഗോഡ്സ് ലുക്ക് ലൈക്ക് ദീസ് പിക്ചേഴ്സ്. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആക്ച്വലി എ സിമുലാക്ര. ബിക്കോസ് ഇവിടെ കോപ്പി ഉണ്ട് എന്നാൽ ഒറിജിനൽ ഇല്ല. ഒറിജിനൽ ഇൻ ദ സെൻസ് ഐ എം നോട്ട് സ്പീക്കിംഗ് അബൌട്ട് ദർ ഈസ് നോ ഗോഡ്, ആ കോൺസെപ്റ്റ് അല്ല ഞാൻ പറയുന്നത്. ഒറിജിനലി എങ്ങനെയാണ് ലുക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒറിജിനലി എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കുറവാണ്. അപ്പം ആ ഒരു കോൺസെപ്റ്റ് ആണ് ബേസിക്കലി. അപ്പം റിയാലിറ്റി ഏതാണ്, റെപ്രസെൻറ്റേഷൻ ഏതാണ് എന്നുള്ള ഒരു ബൗണ്ടറി അവിടെ ബ്ലർ ചെയ്താണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കോപ്പിക്കാണ് നമ്മൾ സിമുലാക്ര എന്ന് പറയുന്നത്. ആൻഡ് സിമുലേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന സിമുലാക്രേനെ ഉണ്ടാക്കുക, അതുപോലെ തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സിമുലേഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് സിമുലാക്ര ആൻഡ് സിമുലേഷൻ. ഇനി ഇവിടെ വേറൊരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് ദാറ്റ് ഈസ് ഹൈപ്പർ റിയാലിറ്റി. ഹൈപ്പർ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാലിറ്റിയും റെപ്രസെൻറ്റേഷനും തമ്മിലുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ ഇവിടെ ബ്ലർ ചെയ്യുവാണ്, അല്ലെങ്കിൽ ഇൻഡിസ്റ്റിങ്വിഷബിൾ. അതായത് സിമുലാക്ര ഭരിക്കുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഹൈപ്പർ റിയാലിറ്റി എന്ന് പറയുന്നത്. വേർ എന്താണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് റിയാലിറ്റി ആൻഡ് റെപ്രസെൻറ്റേഷൻ ഈസ് ഇൻഡിസ്റ്റിങ്വിഷബിൾ. നമ്മുടെ മുമ്പിൽ രണ്ട് കാര്യങ്ങൾ കൊണ്ടുവന്ന് വെച്ചാൽ ഇതിൽ ഒറിജിനൽ ഏതാണ്, അതിൻ്റെ കോപ്പി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കത് മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ ആ ഒരു വേൾഡിനെയാണ് അദ്ദേഹം ഹൈപ്പർ റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു എസ്സേയിൽ ഈ 3 കോൺസെപ്റ്റുകളെയാണ് ബേസിക്കലി ബോദ്രിലാദ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്: സിമുലാക്ര, സിമുലേഷൻ ആൻഡ് ഹൈപ്പർ റിയാലിറ്റി.
ഇനി നമ്മൾ ഈ ഒരു എസ്സേ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ സിമുലാക്രയും ദ പ്രോസസ് ഓഫ് സിമുലേഷനും ഈ ഹൈപ്പർ റിയലും ഒക്കെ നമ്മുടെ ഇടയിൽ യൂഷ്വൽ ആയിട്ട് വരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. So the summary of simulacra and simulation. So Baudrillard, he argues that contemporary society is dominated by simulations and simulacra which have replaced the real with representation. അതായത് Baudrillard പറയുന്നത് contemporary societyയിൽ ഇന്ന് ഒറിജിനൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. എല്ലാം ഈ പറയുന്ന എന്താണ്, സിമുലേഷൻസ് ആണ്, അല്ലെങ്കിൽ സിമുലാക്ര ആണ്. അതായത് റിയൽ എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ന് കണ്ടംപററി സൊസൈറ്റിയിൽ നമുക്കില്ല. ഇവിടെ ഉള്ളതെല്ലാം എന്താണ്, റെപ്രസെന്റേഷൻ ആണ്. സോ റിയാലിറ്റി ഹാസ് ബീൻ റീപ്ലേസ്ഡ് ബൈ ഹൈപ്പർ റിയാലിറ്റി. ഇവിടെ റിയാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. റിയാലിറ്റിക്ക് പകരം എന്താണുള്ളത്, ഹൈപ്പർ റിയാലിറ്റി ആണ്. അതായത് ഹൈപ്പർ റിയാലിറ്റിയിൽ നമുക്ക് റിയാലിറ്റി ഏതാണ് അല്ലെങ്കിൽ സിമുലേഷൻ ഏതാണ് എന്നുള്ളൊരു ഡിസ്റ്റിങ്ഷൻ നമുക്ക് കിട്ടില്ല. That is actually blurred. So simulacra are copies without originals representing a world where reality is simulated and reproduced endlessly. അതായത് കോപ്പിയുടെ ഒരു കോൺസിക്വൻസ് അല്ലെങ്കിൽ കോപ്പിയുടെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒറിജിനൽ എപ്പോഴും ഒന്നേ കാണത്തുള്ളൂ, പക്ഷെ കോപ്പീസ് എത്ര വേണമെങ്കിലും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു വേൾഡ് ആണ് നമ്മുടെ വേൾഡ് എന്നാണ് Baudrillard പറയുന്നത്. അതായത് സിമുലാക്ര എന്ന് പറയുന്ന ഒറിജിനൽ ഇല്ലാത്തൊരു കോപ്പീസ് ആണ്, ആൻഡ് ദീസ് കോപ്പീസ് ആർ റീപ്രൊഡ്യൂസ്ഡ് എൻലെസ്ലി. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ ആണ് കണ്ടംപററി സൊസൈറ്റിയിൽ നിന്നാണ് Baudrillard പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് നമ്മൾ ഒരു ഇമേജ് എടുക്കുവാണെങ്കിൽ അതിൽ 4 സ്റ്റേജസ് ആണ് ഉള്ളത്. Okay, the first one is the reflection of reality. Reflection of reality എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാലിറ്റിയുടെ ഒരു ഫെയ്ത്ത്ഫുൾ റിഫ്ലക്ഷൻ ആണ്. അതായത് കോപ്പി ആണെങ്കിൽ പോലും അത് അതേപോലെ തന്നെ ഇരിക്കുന്ന ഒരു കോപ്പി. ഫോർ എക്സാമ്പിൾ ഞാനും എൻ്റെ ഒരു ഫോട്ടോഗ്രാഫും, അതാണ് ദ റിഫ്ലക്ഷൻ ഓഫ് റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണോ അതേപോലെ തന്നെ ഇരിക്കുന്ന ഒരു കാര്യമാണ്. സെക്കൻഡ് വൺ ഈസ് ദ പെർവേഷൻ ഓഫ് റിയാലിറ്റി. അതായത് എൻ്റെ ഫോട്ടോയിൽ ഞാൻ കുറച്ച് എഫക്ട്സ് ഒക്കെ ചേർത്ത് എന്നെ കുറച്ചും കൂടി ഫെയർ ആക്കുന്നു, എന്നെ കുറച്ചും കൂടി ട്രിം ഒക്കെ ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ വേറൊരു രീതിയിൽ എഫക്റ്റ് വെച്ച് പോർട്രേ ചെയ്യുന്നു. അതാണ് ദ പെർവേഷൻ ഓഫ് റിയാലിറ്റി. അപ്പം എൻ്റെ ഫോട്ടോഗ്രാഫും ഞാനും തമ്മിൽ ആക്ച്വലി ഒരു ബന്ധം വരണം എന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അവിടെ ദ റിയാലിറ്റി ഈസ് ഡിസ്റ്റോർട്ടഡ്. അതാണ് ദ പെർവേഷൻ ഓഫ് റിയാലിറ്റി. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ദ പ്രിറ്റൻസ് ഓഫ് റിയാലിറ്റി ആണ്. അതായത് ഈ പറയുന്ന എന്നെ മാറ്റിക്കൊണ്ട് എൻ്റെ ഫോട്ടോഗ്രാഫ് എടുത്തിട്ട് ഇതാണ് റിയാലിറ്റി എന്ന് പറയുകയാണ്. ഓക്കെ, അതായത് റിയാലിറ്റി അവിടെ ഇല്ല. ഓക്കെ, പക്ഷെ ആ റിയാലിറ്റി അവിടെ ഇല്ല എന്നുള്ളത് അവിടെ മാസ്ക് ചെയ്തുകൊണ്ട് ഈ ഫോട്ടോഗ്രാഫിനെ ഒരു റിയാലിറ്റി ആക്കി മാറ്റുകയാണ്. അതാണ് ദ പ്രിറ്റൻസ് ഓഫ് റിയാലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഫോർത്ത് വൺ ഈസ് ദ സിമുലേഷൻ ഓഫ് റിയാലിറ്റി. അതായത് ഈ പറയുന്ന റിയാലിറ്റിയുമായിട്ട് ഈ കോപ്പിക്ക് ഒരു ബന്ധവുമില്ല. ഓക്കെ, അതായത് ഒരു ബന്ധവുമില്ല, ഇതുമായിട്ട് ഒരു രീതിയിലുള്ള കണക്ഷനും ഇല്ല. എൻ്റെ ഫോട്ടോയ്ക്ക് പകരം വേറെ ആരുടെയും ഒരു ഫോട്ടോ കൊടുത്തിട്ട് മനസ്സിലാവുന്നില്ല. അപ്പൊ ആ ഒരു രീതിയിൽ, അതായത് ആൻഡ് ദാറ്റ് ഐ ഹാവ് നോ റിസംബ്ലൻസ്. അപ്പൊ ഞാൻ ഇല്ലാത്തൊരു ഫീൽഡിൽ ദിസ് മൈറ്റ് ഗോ ഓൺ ആസ് മൈസെൽഫ്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ആണ് ബേസിക്കലി ഇവിടെ പറയുന്നത്. അപ്പം ഒരു ഇമേജിന് 4 സ്റ്റേജ് ആണുള്ളത്. ദ റിഫ്ലക്ഷൻ ഓഫ് റിയാലിറ്റി, ദ പെർവേഷൻ ഓഫ് റിയാലിറ്റി, ദ പ്രിറ്റൻസ് ഓഫ് റിയാലിറ്റി ആൻഡ് ദ സിമുലേഷൻ ഓഫ് റിയാലിറ്റി. അങ്ങനെ ഒരു 4 സ്റ്റേജസ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിഫ്ലക്ഷൻ ഓഫ് റിയാലിറ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ദീസ് ഒരു റിയലിസ്റ്റിക് പെയിന്റിങ് അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫ് ആണ് റിഫ്ലക്ഷൻ ഓഫ് റിയാലിറ്റി എന്ന് പറയുന്നത്. പെർവേഷൻ എന്ന് പറയുമ്പോൾ മീഡിയ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഈ എഫക്റ്റ് ഒക്കെ ഇടുന്ന ഒരു ഫോട്ടോഗ്രാഫ്. പ്രിറ്റൻസ് ഓഫ് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു സ്റ്റേജ്ഡ് സെറ്റ്. ഇപ്പൊ നമ്മൾ ചില സിനിമകളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അത് ഒറിജിനൽ സെറ്റ് തന്നെ ആയിരിക്കണം എന്നില്ല. ഇപ്പൊ ഒരു വെള്ളച്ചാട്ടം വരുവാണെങ്കിൽ അത് ഒറിജിനൽ ആയിരിക്കണം എന്നില്ല, അതൊരു സെറ്റ് ഇട്ടതായിരിക്കാം. ഓക്കെ, അപ്പൊ അവിടെ നമുക്കൊരു ഐഡിയ ഇല്ല ഏതാണ് ഒറിജിനൽ. അപ്പൊ ഇവിടെ ഓക്കെ ദിസ് ഇസ് ആൻ ഒറിജിനൽ വാട്ടർഫോൾ എന്നുള്ളൊരു രീതിയിലാണ് നമുക്ക് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ വി ഹാവ് നോ ഐഡിയ വെദർ ഇറ്റ് ഈസ് എ ട്രൂ വാട്ടർഫോൾ ഓർ ഇറ്റ് ഈസ് എ സെറ്റ്. അപ്പൊ അതാണ് ദ പ്രിറ്റൻസ് ഓഫ് റിയാലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദ സിമുലേഷൻ ഓഫ് റിയാലിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ നമ്മളിപ്പോൾ ഒരു ഡിസ്നി പാർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീം പാർക്ക് കംപ്ലീറ്റ്ലി ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ വർക്ക്, അങ്ങനെയുള്ളതിനെയാണ് ദ സിമുലേഷൻ ഓഫ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഡിസ്നി പാർക്ക് എടുത്താൽ അതിന് റിയാലിറ്റിയുമായിട്ട് ഒരു കണക്ഷൻ ഇല്ല. അതായത് അതുമായിട്ട് റിസംബിൾ ചെയ്യുന്ന ഒരു കാര്യം ഈ പറയുന്ന റിയാലിറ്റിയിലില്ല. അപ്പൊ ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ സിമുലേഷൻ ഓഫ് റിയാലിറ്റി എന്ന് പറയുന്നത്.
സോ അപ്പോൾ ബോദ്രിരാത്ത് പറയുന്നത് മീഡിയ റെപ്രസെൻറ്റേഷൻസ്, അതുപോലെ തന്നെ അഡ്വർടൈസിങ്, തീം പാർക്സ്, വെർച്വൽ റിയാലിറ്റി, ഡിജിറ്റൽ കൾച്ചർ, ഇതെല്ലാം ഈ സിമുലാക്രയുടെ എക്സാമ്പിൾ ആണ്. റീപ്രൊഡക്ഷൻ ഓഫ് മൾട്ടിപ്പിൾ കോപ്പീസ് വിത്തൗട്ട് എനി റെഫറൻസ് ടു ദിസ് ഒറിജിനൽ, അതാണ് ഈ പറയുന്ന കണ്ടംപററി സൊസൈറ്റിയുടെ പ്രോബ്ലം. സോ ബോദ്രിലാർഡ് ഹി ഇൻട്രൊഡ്യൂസസ് ദി കോൺസെപ്റ്റ് ഓഫ് ഹൈപ്പർ റിയാലിറ്റി. അപ്പോൾ ഈ ഒരു കാര്യം, അതായത് സിമുലാർക്കയും സിമുലേഷനും കൂടി വാഴുന്ന ഒരു വേൾഡ്, അതിനെയാണ് നമ്മൾ ഹൈപ്പർ റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റിയാലിറ്റിയും റെപ്രസെൻറ്റേഷനും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റിങ്ഷൻ, ആ ഒരു ഡിഫറൻസ് അവിടെ കൊളാപ്സ് ചെയ്യുവാണ്. സോ at the end we believe in this hyper real simulation. So the proliferation of simulacra leads to the loss of meaning, truth and authenticity. So society becomes dominated by signs and symbols disconnected from any referential reality. So adana ivide sambhavikkunnu. Appam if we speak what this hyper real ennu parayunnathu adoru condition aanu. റിയാലിറ്റിയും റെപ്രസെൻറ്റേഷനും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ ബ്ലർ ചെയ്യുന്നു, അല്ലെങ്കിൽ റിയാലിറ്റിയും റെപ്രസെൻറ്റേഷനും തമ്മിലുള്ള നമുക്ക് ഡിസ്റ്റിങ്യൂഷ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഹൈപ്പർ റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഹൈപ്പർ റിയാലിറ്റിയിൽ ദിസ് കോപ്പി ഈസ് പെർസീവ്ഡ് ആസ് ഒറിജിനൽ. Okay, or this copy is believed to be the reality than reality itself. And simulacra are pervasive, dominating contemporary culture and media. അപ്പോൾ റിയാലിറ്റിനേക്കാൾ കൂടുതൽ ഇവിടെ ഭരിക്കുന്നത് എന്താണ്? ഈ പറയുന്ന കോപ്പിയാണ്, അതായത് ഈ പറയുന്ന സിമുലാർക്കയാണ് അവിടെ വരുന്നത്. So hyper reality is characterized by an excess of images and signs leading to a loss of referentiality. അപ്പോൾ ഹൈപ്പർ റിയാലിറ്റിയിൽ ഈ പറയുന്ന കോപ്പീസ് തന്നെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒറിജിനലിനോട് ഒരു റെഫറൻസ് ഇല്ലാതെ അവിടെ വരുവാണ്. So reality is mediated and constructed through simulations, shaping perceptions and experiences. Okay, so the concept of hyperreality, it challenges the traditional notions of reality, highlighting the malleability of perception and the power of simulation to shape our understanding of the world. അപ്പം ബോദ്രിരാത്ത് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് റിയൽ ആവണം എന്നില്ല. അതായത് ഇപ്പം മീഡിയ റെപ്രസെൻറ്റേഷൻസ്, അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ്സ്, അല്ലെങ്കിൽ ചില വെർച്വൽ റിയാലിറ്റീസ്, ഡിജിറ്റൽ കൾച്ചർ, ഇതെല്ലാം ഈ പറയുന്ന ഒരു ഹൈപ്പർ റിയൽ കണ്ടീഷൻസിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുവാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഈ തീം പാർക്ക് അല്ലെങ്കിൽ സിമുലേറ്റഡ് എക്സ്പീരിയൻസസ് ഓഫർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഹൈപ്പർ റിയൽ എൻകൗണ്ടേഴ്സ് കൊണ്ടുവരുവാണ്. അപ്പം ദാറ്റ് ബേസിക്കലി മേക്സ് യു ഡിവോഴ്സ് ഫ്രം ദിസ് ഒതന്റിക് റിയാലിറ്റി. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്രിട്ടിക് ഓഫ് മോഡേൺ സൊസൈറ്റി. സോ ബോദ്രിലാർഡ് ക്രിട്ടിക്സ് മോഡേൺ സൊസൈറ്റി ഫോർ ഇറ്റ്സ് ഒബ്സെഷൻ വിത്ത് കൺസംഷൻ, സൂപ്പർഫിഷ്യാലിറ്റി ആൻഡ് ദ ലോസ് ഓഫ് ഒതന്റിസിറ്റി. കാരണം ആസ് എ കൺസ്യൂമർ വി ആർ മോർ കൺസേൺ വിത്ത് ദിസ് സിമുലാർക്ക, ഓർ വി ആർ മോർ കൺസേൺ വിത്ത് ദ കോപ്പീസ് ദാൻ ദി റിയാലിറ്റി, ഓർ വി ഡോണ്ട് ഈവൻ ബോദർ ടു ചെക്ക് ദ റിയാലിറ്റി. ഓക്കെ, ബിക്കോസ് വി ബിലീവ് ഇൻ ദിസ് സിമുലാർക്ക. So consumer culture is driven by simulations with commodities and media representations replacing genuine experiences and relations. So simulation leads to the erosion of meaning, truth and authenticity, resulting in a society characterized by a sense of disillusionment and alienation. ഓക്കെ, അപ്പൊ ഇത്രയാണ് ബേസിക്കലി സിമുലാക്ര ആൻഡ് സിമുലേഷൻ എന്ന് പറയുന്ന എസ്സേക്കകത്ത് അദ്ദേഹം പറയുന്നത്. And to mention, we are also dealing with another essay written by Baudrillard, that is the Gulf War did not take place. The Gulf War did not take place എന്ന് പറയുന്നത് 1991 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. So this is basically a provocative essay which actually call for many controversies. കാരണം ഈ ഒരു എസ്സേയിൽ അദ്ദേഹത്തിന്റെ രീതിയിലുള്ള ഗൾഫ് വാറിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ ഗൾഫ് വാർ എന്ന് പറയുന്നത് വേൾഡ് വാർ 1 or 2 പോലെയുള്ള ഒരു ട്രഡീഷണൽ കോൺഫ്ലിക്റ്റ് അല്ല, പക്ഷെ ഇതൊരു ഹൈപ്പർ റിയൽ സ്പെക്ടക്കിൾ ആണ്. അതായത് ഈ ഗൾഫ് വാറിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആരും ഡയറക്റ്റ് ആയിട്ട് കാണുന്നില്ല. ഇറ്റ് ഈസ് ഓൾ പ്രസന്റഡ് ത്രൂ ദിസ് മീഡിയ ആൻഡ് ദിസ് മീഡിയ യൂസസ് സിമുലാർക്ക. അതാണ് ബേസിക്കലി അദ്ദേഹം പറയുന്നത്. സോ അദ്ദേഹം പറയുന്നത് ഗൾഫ് വാർ എന്ന് പറയുന്നത് ഒരു സിമുലേഷൻ ആണ്, മീഡിയ ഓർക്കസ്ട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിമുലേഷൻ ആണ്, വിത്ത് ഇമേജസ് ആൻഡ് റെപ്രസെന്റേഷൻസ് ഓവർ ഷാഡോയിങ് എനി ആക്ച്വൽ മിലിറ്ററി എൻഗേജ്മെന്റ്. നമുക്ക് റിയൽ ആയിട്ട് ഒരു മിലിറ്ററി എൻഗേജ്മെന്റ് നമ്മൾ അവിടെ കാണുന്നില്ല, പകരം എല്ലാത്തിൻ്റെയും ഒരു കോപ്പിയാണ് നമ്മൾ കാണുന്നതെന്നാണ് പറയുന്നത്. സോ അപ്പം
അദ്ദേഹം പറയുന്നത് വാർ എന്ന് പറയുന്നത് ഒരു ഹൈപ്പർ റിയൽ ഇവന്റ് ആണ്. അവിടെ മീഡിയ കവറേജും അതുപോലെ തന്നെ എന്താണ് ദ പ്രൊപ്പഗൻഡ കൺസ്ട്രക്റ്റഡ് എ ഡിസ്റ്റോർട്ടഡ് റിയാലിറ്റി ഡിവോഴ്സ് ഫ്രം ദി ആക്ച്വൽ ഇവന്റ്സ് ഓൺ ദി ഗ്രൗണ്ട്. അപ്പൊ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഗൾഫ് വാർ അവിടെ നടന്നില്ല എന്നല്ല, നമ്മൾ കാണുന്ന ഗൾഫ് വാർ റിയാലിറ്റി ആവണമെന്നില്ല എന്നാണ് പറയുന്നത്. So it raises question about the nature of contemporary warfare and the role of media in shaping public perception and reality, and it challenges traditional notions of truth and representation, highlighting the power of simulation to distort our understanding of events. So അതാണ് ഈ ഒരു എസ്സേയിൽ പറയുന്നത്. So that's about Baudrillard. Baudrillardനെ കുറിച്ച് രണ്ട് വർക്ക്സ് ആണുള്ളത്, Simulacra and Simulation. The Gulf War did not take place. ഇതിൽ Simulacra and Simulationൽ നിന്നായിരുന്നു ഡിസംബർ 2023 ഒരു ക്വസ്റ്റ്യൻ. That is, the term simulacra in postmodern discourse is about absence of vivid representation of reality, artificially produced reality dubbed as authentic, a rejection of modernistic view of reality, the gap between the perception and reality, the psychological interplay at the level of subconscious. So appo namukku idile rendu options aanu namukku choose cheyanayittu pattunnathu. So appo nammal onnum kode question nokkuvanengil absence of vivid representation of reality, അതാണ് സിമുലാർക്കയുടെ ഒന്നാമത്തെ പ്രശ്നം. അതായത് റിയാലിറ്റിനെ കുറിച്ചാണോ ഇവർ പറയുന്നത് നമുക്കറിയില്ല, സിമുലേഷൻ ആണ് അവിടെ ഇമ്പോർട്ടൻസ് കൂടുതൽ. പിന്നെ ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ്ഡ് റിയാലിറ്റി ഡബ്ഡ് ആസ് ഒതന്റിക്. ഓക്കെ, സോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. എ റിജക്ഷൻ ഓഫ് മോഡേണിസ്റ്റിക് വ്യൂ ഓഫ് റിയാലിറ്റി അല്ല. The gap between the perception and reality alla. The gap is between the reality and representation, not perception. The psychological interplay at the level of subconscious alla. So the correct answer is A and B. A and B comes as option C. So the correct answer is option C. So that is about Baudrillard. So remember, നമ്മൾ ജീൻ ബോദ്രിയാർഡിനെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മേജർ വർക്ക്സുകൾ നോക്കുക, മേജർ കോൺസെപ്റ്റ്സ് നോക്കുക, സ്പെഷ്യലി സിമുലാക്ര, സിമുലേഷൻ ആൻഡ് ഹൈപ്പർ റിയാലിറ്റി, ആൻഡ് ഹാവ് ആൻ ഐഡിയ അബൌട്ട് വാട്ട് ദീസ് കോൺസെപ്റ്റ്സ് ആർ. ഓക്കെ, ഇപ്പോൾ ഈ ചോദിച്ചതുപോലെ നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റുമെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ നമുക്ക് വരാറുള്ളത്. So that's all about this video. Thank you.